السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أما بعد، محمد أشرف الأعراب والعجم، محمد خير من يمشي على قدم، محمد ذكره روح لأنفسنا، محمد شكره فرض على الأمم، محمد زينة الدنيا وبهجتها، محمد كاشف الغمات والظلم. ആദരണീയരായ ഉസ്താദുമാരെ, ജ്യേഷ്ഠാനുജന്മാരെ, മുഹിബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ആയുസ് വരെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അവൻ്റെ താഅത്തിലും അവൻ്റെ മർളിയത്തിലുമായിട്ട് ജീവിക്കുവാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും അല്ലാഹു തആല പരിപൂർണ ഈമാൻ നൽകി മരിക്കുന്ന അവസരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചേസ്വരത്തിൽ ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാൻ തൗഫീക്ക് നൽകട്ടെ. നമ്മളിൽ നിന്ന് അസുഖങ്ങളും മറ്റ് കടങ്ങളിലുമൊക്കെയായി ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ, മുഹിബ്ബീങ്ങൾ, ജ്യേഷ്ഠാനുജന്മാരൊക്കെ ഉണ്ട് ഗ്രൂപ്പുകളിൽ. അവർക്കെല്ലാം അല്ലാഹു തആല ഖൈറിൻ്റെ മാർഗം തെളിയിച്ചു കൊടുക്കട്ടെ. എല്ലാ ഷർറിനെ തൊട്ട് അവരെയും നമ്മയും അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുന്നു. ബഹുമാനികളെ, നമ്മൾ ഇന്ന് 4-ാം ദിവസമാണ് സിലത്തുൽ അർഹാം, കുടുംബ ബന്ധം പുലർത്തുക എന്ന വിഷയം സംസാരിക്കുന്നത്. ഇത്രയും കൂടുതലൊരു വിഷയം നമ്മൾ സംസാരിച്ചതായിട്ട് കാണാൻ സാധിക്കുകയില്ല. അത്രക്കും ഒരു സ്ഥാനവും ബഹുമാനവും അല്ലാഹു തആല കൽപ്പിച്ച ഒരു ബന്ധമാണ് കുടുംബ ബന്ധം എന്നുള്ളത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അർ-റഹ്മാൻ എന്നതിൽ നിന്നാണ് റഹിം എന്ന വാക്ക് അഥവാ കുടുംബ ബന്ധം എന്ന പദം പിടിച്ചത് എന്ന് നമ്മൾ തുടക്കത്തിൽ പറയുകയുണ്ടായി. മഹാനായ യഹ്യ ബിൻ സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, ഖാന ഇൻദനാ റജുലുൻ ബിമക്കത മിൻ അഹ്ലി ഖുറാസാൻ, ഖുറാസാനിക്കാരനായ ഒരാൾ ഞങ്ങളുടെ കൂടെ മക്കയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം വക്കാന റജുലൻ സ്വാലിഹൻ, നല്ല ഒരു മനുഷ്യനായിരുന്നു, ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു. വക്കാനന്നാസു യസ്തൗദിഊന വദാഇയഹും, ജനങ്ങളെല്ലാം അവർക്ക് സൂക്ഷിക്കേണ്ട വസ്തുക്കൾ അദ്ദേഹത്തിൻ്റെ അടുക്കലാണ് സൂക്ഷിക്കാൻ ഏൽപ്പിക്കാറ്. നമ്മൾ കാണില്ല, വലിയൊരു മാർക്കറ്റിലേക്ക്, ഒരു മാളിലേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കീസും സാധനങ്ങളെല്ലാം ഒരാളെ നമ്മൾ ഏൽപ്പിക്കും. എന്നതുപോലെ ജനങ്ങൾ അവരുടെ ഏൽപ്പിക്കേണ്ടുന്ന എല്ലാ വസ്തുക്കളും സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിനെയായിരുന്നു ഏൽപ്പിക്കാറ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഫജാഅ റജുലുൻ ഖുറാസാനിയുൻ, അങ്ങനെ മക്കയിൽ മറ്റൊരു ഖുറാസാനിക്കാരനായൊരു മനുഷ്യൻ വന്ന് ഫഔദഅഹു 10,000 ദിനാർ, അദ്ദേഹം ഈ സ്വാലിഹായ മനുഷ്യൻ്റെ അടുക്കൽ ഒരു 10,000 ദിനാർ സൂക്ഷിക്കാൻ കൊടുത്തു. അങ്ങനെ വഖറജ റജുലു ഫീ ഹാജത്തിഹി, എന്നിട്ട് ഈ മനുഷ്യൻ അവൻ്റെ എന്തോ ആവശ്യത്തിൽ നിന്ന് മക്കയിൽ നിന്ന് പുറത്തോട്ട് പോയി.
അങ്ങനെ തിരിച്ചു വന്നുകൊണ്ട് നോക്കുമ്പോൾ ഒക്കതിമ മക്കത്ത, എന്നിട്ട് അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചു വന്നു നോക്കുമ്പോൾ ഒക്കത് മാത്തല്ലതീ ഇൻദഹുൽ വദീഅത്തു, സൂക്ഷിപ്പ് സ്വത്ത് ആരുടെ കൈവശമാണോ കൊടുത്തത് അദ്ദേഹം, ആ സാലിഹായ മനുഷ്യൻ മരണപ്പെട്ടുപോയി. ഫസഅല അഹ്ലു മക്കത്ത, മക്കയുടെ അഹ്ലുകാരോട് ചോദിച്ച്, വലദിഹി, അദ്ദേഹത്തിൻ്റെ മക്കളോടും ചോദിച്ച്, അൻമാലിഹി, ഞാനിങ്ങനെ 10,000 ദിനാർ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ വാപ്പയുടെ അടുക്കൽ, അത് എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഫലം യകുല്ലഹും ബിഹി ഇൽമുൻ, അങ്ങനെ അതിനെ സംബന്ധിച്ചുള്ള യാതൊരു വിവരവും ഒരു കാര്യവും ഇവർ അറിയുകയില്ല, മക്കളൊന്നും അറിയുകയില്ല, മക്കത്തിൻ്റെ അഹ്ലുകാരും അറിയുന്നില്ല. അങ്ങനെ ഫഖാല റജുലു ലിഫുഖഹാഇ മക്കത്ത വകാനൂ യൗമഇദിൻ മുതവാഫിറൂൻ, അങ്ങനെ ഈ മനുഷ്യൻ അന്ന് മക്കയിലുണ്ടായിരുന്ന ഫഖീഹുമാരോട്, അന്ന് മക്കത്ത് ഒരുപാട് ഫിഖ്ഹ് അറിയുന്ന പണ്ഡിതന്മാരുണ്ടായിരുന്നു, അവരോട് ഈ മനുഷ്യൻ പറഞ്ഞ്, ഔദഅതു ഫുലാനൻ 10,000 ദീനാർ വഖദ് മാത, ഒരാളുടെ അടുക്കൽ 10,000 ദീനാർ സൂക്ഷിക്കാൻ കൊടുത്ത് ആ സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മനുഷ്യൻ മരണപ്പെട്ടു പോവുകയും ചെയ്ത്, വഖദ് സഅൽതു അഹ്ലഹു വവലദഹു ഫലം യകും ലഹും ബിഹി ഇൽമുൻ, അദ്ദേഹത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തോട് ഈ മുതലിനെ സംബന്ധിച്ച്, ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ആർക്കും ഒരു വിവരവുമില്ല. ഖാലു, അവർ പറഞ്ഞ്, നഹനു നർജു അൻ യകൂന ഫുലാനൽ ഖുറാസാനിയു മിൻ അഹ്ലിൽ ജന്ന. ഖാലു, ആ ഫക്കത്തുള്ള ഫക്കീഹുമാർ പറഞ്ഞ്, അദ്ദേഹം, ആ ഖുറാസാനിക്കാരനായ മനുഷ്യൻ, അദ്ദേഹം സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽപ്പെട്ട ആളായിരിക്കാനാണ് സാധ്യത എന്ന് ഫക്കീഹന്മാർ പറഞ്ഞ്. അങ്ങനത്തെ ഒരു സാലിഹായ മനുഷ്യനായിരുന്നല്ലോ. അതുകൊണ്ട് ഫൈദ മളാ മിനല്ലൈലി സുലുസഹു, മൂന്നിൽ ഒന്ന് കഴിഞ്ഞ് കടന്നാൽ, രാത്രിയുടെ ഒരു 1/3 കഴിഞ്ഞ് കടന്നാൽ, ഔ നിസ്ഫഹു, അല്ലെങ്കിൽ രാത്രിയുടെ പകുതി ഭാഗം കടന്നു കഴിഞ്ഞാൽ, ഫഅ്തി സംസം ഫത്തലിഅ ഫീഹാ, നിങ്ങൾ സംസം കിണറിൻ്റെ അടുക്ക് പോവുകയും, വനാദി, നിങ്ങൾ വിളിച്ചു പറയുക, യാ ഫുലാൻ ബിനു ഫുലാൻ അന സാഹിബുൽ വദീഅ, ഞാൻ പണ്ട് സാധനം സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആളാണ്, ഇന്നാലിന്നവൻ്റെ മകനായ ആളാണെന്ന് പറയുക. ഫവഅല ദാലിക 3 ലയാലിൻ ഫലം യുജിബുഹു അഹദുൻ, അങ്ങനെ ഈ വ്യക്തി 3 ദിവസം അങ്ങനെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് യാതൊരു മറുപടിയും കിട്ടിയില്ല. ഫഅതാഹും വഅഖ്ബറഹും, അങ്ങനെ മനുഷ്യൻ തിരിച്ചു വന്നുകൊണ്ട് ഈ മക്കയിലുള്ള പണ്ഡിതന്മാരോട് വിവരം പറഞ്ഞ്, ഞാനിങ്ങനെ 3 ദിവസം ചെയ്ത് യാതൊരു വിവരവും ആ സംസം കിണറിൻ്റെ ആ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല. ഫഖാലു, ഫുഖഹാ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ നഖ്ശാ അൻ യകൂന സാഹിബക മിൻ അഹ്ലിൻ നാർ, എന്നാൽ നിങ്ങളെ ഈ സ്വത്ത് സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആള് നരകത്തിൻ്റെ അഹ്ലുകാരനായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫംളി ഇലൽ യമൻ, മക്കയിൽ നിന്ന് അടുത്താണല്ലോ യമൻ, യമനിലേക്ക് നിങ്ങൾ പോകുക. ഫഇന്ന ബിഹാ വാദിയൻ, അവിടെ ഒരു മലഞ്ചെരുവ് ഉണ്ട്, യുഖാലു ലഹു ബർഹൂത്ത്, ആ മലഞ്ചെരുവിന് ബർഹൂത്ത് എന്ന് പറയും. വഫീ ബിഇറുൻ, അവിടെ ഒരു കിണറും ഉണ്ട്. ഫത്തലിഅ ഫീഹാ, നിങ്ങൾ അതിലേക്ക് പാളി നോക്കുക. ഫൈദാ മദാ സുലുസുൽ ലൈലി ഔ നിസ്ഫഹു, രാത്രിയിലെ 1/3 പകുതിയായതിന് ശേഷം നിങ്ങൾ വിളിക്കുക, യാ ഫുലാൻ ബിനു ഫുലാൻ അന സാഹിബുൽ വദീഅ. ഫഫഅല, അങ്ങനെ അയാൾ ചെയ്ത്. ഫഅജാബഹു മിൻ അവ്വലി സൗത്ത്, ആദ്യത്തെ ദിവസം തന്നെ, ആദ്യത്തെ വിളിയിൽ തന്നെ ആ കിണറ്റിൽ നിന്നൊരു ഉത്തരം കിട്ടി. ഫഖാല, അപ്പോൾ അയാൾ ചോദിക്കുന്നു, വയഹക മാ അൻസലക ഹഉനാ, നിങ്ങളൊരു സ്വാലിഹായ മനുഷ്യനായിരുന്നുവല്ലോ, ഈ ബർഹൂത്തിൻ്റെ അടുക്കലുള്ള ഈ കിണറിലെ നിങ്ങൾ എത്തിക്കുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ, വഖദ് കുന്ത മിൻ അഹ്ലിൽ ഖൈർ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഖൈറിൻ്റെ അഹ്ലുകാരിൽപ്പെട്ട ആളുമായിരുന്നല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ നരകത്തിൻ്റെ അഹ്ലുകാരെ ഒരുമിച്ച് കൂട്ടുന്ന ഈ കിണറ്റിൽ നിങ്ങൾ എത്തിപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ, ഫഖാല, അദ്ദേഹം പറഞ്ഞ്, ഈ സ്വാലിഹായ മനുഷ്യൻ പറഞ്ഞ്, കാന ലീ അഹ്ലു ബൈത്തിൻ ബി ഖുറാസാൻ, എനിക്കെൻ്റെ നാടായ ഖുറാസാനിൽ എൻ്റെ കുടുംബക്കാരുണ്ടായിരുന്നു. ഫഖതഅതുഹും ഹത്താ മിത്തു,
അവരെ ഞാൻ കുടുംബബന്ധം മുറിച്ചു കളഞ്ഞ് ഞാൻ മരിക്കുന്നത് വരെ. ഫവാഖദനില്ലാഹു ബിദാലിക, ഇതിൻ്റെ പേരിൽ അല്ലാഹു തആല എന്നെ പിടിച്ച് ശിക്ഷിക്കപ്പെടുകയാണ്. വ അൻസലനീ ഹാദൽ മൻസിൽ, ഈ സ്ഥാനത്തേക്ക് എന്നെ അല്ലാഹു തആല ഇറക്കുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അമ്മാ മാലുക്ക, നിങ്ങൾക്കുള്ള മുതൽ, ഫഹുവ അലാ ഹാലിഹി, നിങ്ങളെ ഈ 10,000 ദീനാർ അതേപോലെ തന്നെ ഉണ്ട്. വ ഇല്ലം അഅ്തുമിൻ അലൈഹി ഫദഫൻതുഹു ഫീ ബൈതികദ, നിങ്ങൾക്ക് ഇല്ലം അഅ്തമിൻഹു അലൈഹി, അതിൻ്റെ മേൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഇന്നാലിന്ന വീട്ടിൽ ഇന്നാലിന്ന സ്ഥലത്ത് അത് കുഴിച്ചിട്ടപ്പെട്ടിട്ടുണ്ട്. ഫകുല്ലി വലദി യദ്ഖുലു ഖദാരി സുമ്മ സല്ലി ഇലൽ ബൈത്തി ഫഹ്ഫർ ഫഇന്നക സതിദുലക മാലക, നിങ്ങൾ അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഇന്നാലിന്ന സ്ഥലം മാന്തി നോക്കിയാൽ അവിടെ വെച്ച് നിങ്ങൾക്കുള്ള മുതൽ കിട്ടുന്നതാണ്. അങ്ങനെ ഫറജഅ അർ-റജുലു ഇലാ മക്കത ശറഫഹുല്ലാഹ്, അങ്ങനെ ആ മനുഷ്യൻ ബർഹൂത്തിൽ നിന്നും യമനിൽ നിന്നും മടങ്ങി മക്കയിലേക്ക് വന്ന് ഫവജദ മാലുഹു അലാ ഹാലിഹി ഫിൽ മൗദിഇ അല്ലദീ സമ്മാഹു ലഹു, പറഞ്ഞു കൊടുത്ത സ്ഥലം മാന്തി നോക്കുമ്പോൾ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുതൽ കിട്ടുകയും ചെയ്തു. ഫലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ മിൻ ഖത്ഇർ റഹം, അങ്ങനെ കുടുംബബന്ധം മുറിച്ചതിൻ്റെ പേരിലാണ് ഈ സ്വാലിഹായ മനുഷ്യനെ നരകത്തിൻ്റെ അഹ്ലുകാർ ഒരുമിച്ച് കൂടുന്ന യമനിലുള്ള ബർഹൂത്ത് എന്ന സ്ഥലത്തുള്ള കിണറ്റിൽ നിന്ന് എത്തിക്കപ്പെടാൻ ഉണ്ടായ കാരണം. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീന വഅഹ്ലീന വഅഹ്ബാബിന മിനന്നാർ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم عليك توكلنا وإليك أنبنا وإليك المصير. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن شاء الله ബാക്കി കാര്യം അല്ലാഹു തആല തൗഫീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ സംസാരിക്കാം. പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.